ഹായ് ഹലോ മാസ്റ്റേഴ്സ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RK മോട്ടോഴ്സാണ്. നമ്മുടെ പൈനിയർ ബജാജ് എവിടെ സ്ഥലം പേരുകടകളാണ്. അപ്പോൾ നമുക്കിന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രീഡം എന്ന് പറയുന്ന ബജാജിൻ്റെ ഒരു പുതിയ വണ്ടിയുണ്ട്. CNGയും ഫ്യൂലുമായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ കൂടെ ചേട്ടൻ അജിത്ത് ചേട്ടാ, വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ പറയാം. അത് പുതിയ വണ്ടിയാണ്, 105 cc ആണ്. ഗ്യാസ് വിത്ത് പെട്രോളാണ് ഈ വണ്ടിയിൽ വരുന്നത്. 2 ലിറ്റർ ഗ്യാസും 2 കിലോ CNG ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. CNGയിലെ ടാങ്ക് നമുക്ക് ഇതിൽ തന്നെ കാണാം, ഈ വണ്ടിയിൽ തന്നെ. CNGയുടെ നോബ് ഇതാണ് നോബ്. ഇതിലാണ് ഫില്ല് ചെയ്യാനുള്ളത്. 2 കിലോ ആണ് ഇതിൽ ഫില്ലിങ്. തിരിച്ച് പെട്രോള് അതേ ഇതിൽ തന്നെയാണ് പെട്രോളിൻ്റെ ടാങ്കും ചേർത്ത് വെച്ചിട്ടുള്ളത്. 2 ലിറ്ററാണ് ഇതിൽ പെട്രോൾ വരുന്നത്. 2 ലിറ്റർ പെട്രോളിൽ 130 കിലോമീറ്റർ ഓടാം. 2 കിലോ CNGയിൽ 240 കിലോമീറ്റർ ഓടാം. എന്തുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന പൈസക്ക് മുതലാവും തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ഇരിക്കുന്നത് നേരെ സീറ്റിന് അടിയിലാണ്. ലോങ് ആയിട്ടുള്ള ടാങ്കാണ്. പെട്രോൾ ടാങ്ക് ചെറുതും അതിൻ്റെ അടിയിലായിട്ടാണ് ഈ CNGയുടെ ടാങ്ക് ഇരിക്കുന്നത്. ബാറ്ററി വണ്ടിയിൽ തന്നെ പുറകെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില എങ്ങനെയാണ്? ഇപ്പോൾ വില ഇത് ഓൺ റോഡ് പ്രൈസ് വന്നത് 1,36,600 ഓൺ റോഡ് പ്രൈസ് വന്നത്. ഇത് ടോപ്പ് എൻഡാണ് ഈ വണ്ടി. 3 വേരിയൻറ്റ് പറഞ്ഞുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ ഒന്ന് 30 പറഞ്ഞുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒന്ന് 17 പറഞ്ഞുണ്ട്. 17 അത് ഡ്രം ബ്രേക്കാണ്. മറ്റതിൽ ഡിസ്ക് ബ്രേക്ക് പറഞ്ഞുണ്ട്. പക്ഷേ ഹെഡ്ലൈറ്റ് വ്യത്യാസമുണ്ട്. ഏതാണ്, എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഇതിപ്പം ഫുള്ളി LED ലാമ്പാണ് പറഞ്ഞത്. മറ്റത് അങ്ങനെയല്ല, ഹാലജൻ ലാമ്പാണ്. അതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. അതിലിപ്പോൾ വണ്ടിക്ക് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് അതിൽ വണ്ടിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. സെയിം വണ്ടിയാണ്. ഫ്ലാറ്റും എല്ലാം സെയിം ആണ്. ടാങ്ക് സെയിം ആണ്. എല്ലാം വ്യത്യാസമാണ്. ഇതിൽ വണ്ടിയിൽ വന്ന ഇതിന് മാത്രം ടോപ്പ് എൻഡിന് മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ഇതിൽ ഈ കാണുന്ന സെറ്റപ്പ് എന്താണ്? ഇതിൻ്റെ ഇത് മീറ്റർ ഗേജാണ്. ഈ ഗ്യാസ് ഫില്ല് ചെയ്യണനുസരിച്ച് ഈ മീറ്റർ ഗേജ് ഫുള്ളായി ഇവിടെ നിൽക്കും. തീർന്നനുസരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അറിയാൻ വേണ്ടിയുള്ള ഇത് വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതിൽ മീറ്ററിൽ കാണാൻ നമുക്ക് ഗ്യാസ് ഉപയോഗിക്കുന്നത്. 2 സ്വിച്ചും പറഞ്ഞുകൊണ്ട് ഗ്യാസിൻ്റെ പെട്രോളിൻ്റെ നമ്മൾ ഗ്യാസ് തീരുകയാണെങ്കിൽ ഈ വണ്ടി പെട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ബട്ടൺ അമർത്തി അതെ അപ്പോഴന്നെ ഷിഫ്റ്റിംഗ് ആവും. അത് വണ്ടി ഓഫിങ്ങിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഓടാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഫ്യൂവലിൻ്റെ ഇതിനകത്ത് കാണിക്കുന്നത് പോലെ തന്നെ ഗ്യാസ് ഇതിൽ കാണിക്കും. അതെ. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാണുന്നത്. അതെ. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ഈ നോബ് എന്തിനാണ് ഇതിൻ്റെ അടിയിലത്തെ? നോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലം ഉപയോഗിക്കാതെ വല്ല ഇരിക്കുകയാണെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ഗ്യാസ് വേസ്റ്റേജ് ആവില്ല, അതിനകത്ത് തന്നെ നിൽക്കും. സാധാരണ പെട്രോൾ വണ്ടിക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വെയിറ്റ് 133 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ സസ്പെൻഷൻ മോണോ സസ്പെൻഷനാണ്. അഡ്വാൻറ്റേജുള്ള വണ്ടിയാണ്. നമുക്ക് കൊടുക്കുന്ന പൈസ മുതലാക്കി എടുക്കാം. പെട്രോളും CNG. നമുക്ക് ലോങ് ഓട്ടോ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ CNG ഉപയോഗിച്ച് ഓടുകയും ചെയ്യാം. CNG തീരണമെങ്കിൽ പെട്രോളിലേക്ക് കൺവേർട്ടായി അടുത്ത പമ്പിൽ CNG പമ്പിൽ പോയി നമുക്ക് എവിടെ വേണോ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വണ്ടിയുടെ പോലുള്ള മെക്കാനിക്കൽ സൈഡ് തന്നെയാണ് ഇതിനും? അതെ, മെക്കാനിക്കൽ സൈഡ് എല്ലാം സെയിം ആണ്. സാധാരണ വണ്ടികളിൽ ബജാജിൻ്റെ എഞ്ചിൻ ആദ്യത്തെ എഞ്ചിനാണ് പാരൽ എഞ്ചിൻ പറഞ്ഞത്. ഇത് പാരലാണ്. ഇത് ബാക്കിയുള്ള മുകളിലോട്ടാണ് വരും. ആ വണ്ടി നോക്കാൻ പറയും വെർട്ടിക്കൽ. ഇത് പാരലായിട്ടുള്ള സിലിണ്ടർ എല്ലാം പാരലാണ്. എത്ര CC ആണ് ഇതിൻ്റെ? 125 cc ആണ്. ടോർക്ക് 125 cc ടോർക്കും കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇതിന്റെ സർവീസും കാര്യങ്ങളും എത്ര കിലോമീറ്റർ? സർവീസ് ആദ്യത്തെ സർവീസ് 750 കിലോമീറ്റർ ആണ്. പിന്നീട് ഉള്ളതെല്ലാം 5000-ലാണ് ഇതിന്റെ സർവീസ് വരുന്നത്. പിന്നെ ഇതിന്റെ ഗ്യാസിന്റെ സർവീസ് 3 വർഷത്തിലൊരിക്കൽ ചെക്കിംഗ് ഉണ്ട്. എങ്ങനെ? സിലിണ്ടർ ചെക്കിങ്. അതങ്ങനെ സിലിണ്ടർ നമുക്ക് എന്തെങ്കിലും അതായത് ഇത് തുരുമ്പ് പിടിക്കുന്ന ടൈപ്പ് അല്ല. അത് അല്ല മെറ്റീരിയൽ അങ്ങനത്തെ ഹാർഡ് മെറ്റീരിയലാണ്. തുരുമ്പൊന്നും വരാൻ എന്നാലും ചെക്ക് ചെയ്യണം. അതെ. ഓക്കെ. അതിനൊക്കെ എത്ര ആയിരിക്കും ഈ എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്? 3 വർഷത്തിലൊരിക്കൽ ഇത് ചെക്ക് ചെയ്യും. അതിന് എത്ര കോസ്റ്റ് വരും? അതൊരു 2000-ഓളം രൂപ വേണ്ടി വരും. 3 വർഷത്തിലൊരിക്കൽ. അതുകൊണ്ട് വലിയ എമൗണ്ട് ആയിട്ട് പ്രശ്നമില്ല. പിന്നെ ഇതിപ്പോൾ ഓഗസ്റ്റ് 15-നാണ്. ഇതിന്റെ പേര് ഫ്രീഡം എന്നാണ്. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 15-ന് കേരള ലോഞ്ചിങ് ആണ്. അതാണ് ഇതിന്റെ ബാഡ്ജിങ് ഒക്കെ ആയിട്ട് കാണാൻ ഒരു ഭംഗിയുണ്ട്. അതെ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 പേർക്ക് സുഖമായിട്ട്
3 പേർക്ക് ഇരുന്ന് പോകാൻ ഉള്ള സീറ്റാണ്. പക്ഷേ 2 പേർക്ക് സീറ്റിൽ അലോഡുള്ളൂ. എന്നാലും 3 പേർക്ക് സുഖമായിരിക്കുക. അത്യാവശ്യം നല്ല നീളത്തിനുള്ള ഒരു ബാക്കിയുള്ള വണ്ടിയിലുള്ള നമുക്ക് പൾസറിലൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെയുള്ള ഒരു ടാങ്ക് ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ടിരുന്ന് പോകാം. തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളോട് വരുമ്പോൾ ഇതിലൊരു ഫോണിൻ്റെ ഒക്കെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കോൾ ബട്ടണിൻ്റെ ഇത് സ്റ്റാർട്ടിങ് തന്നെ എല്ലാ വണ്ടിയും പെട്രോളിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിലത് വേണ്ട, CNG തന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞ് പെട്രോളിലേക്ക് നമ്മൾ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം സ്വിച്ച് താത്താൽ മതി. സ്വിച്ച് മാറ്റിയാൽ മതി. ഓക്കെ. അപ്പോൾ ഈ ബാക്കി ഇതിൻ്റെ കണക്ടിവിറ്റി കാര്യം ബ്ലൂടൂത്ത് ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന് ആപ്പ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതിന് ആപ്പ് ബജാജിൻ്റെ സൈറ്റിൽ നിന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുന്നത്. ബജാജ് സൈറ്റ് വഴി ആപ്ലിക്കേഷൻ നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് അതിനകത്ത് അറിയാനും പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടും പൈസ നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ്. വണ്ടി വഴിയിലാവുന്നുള്ള പേടി വേണ്ട. പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ CNG പോവും, CNG തീർന്നാൽ പെട്രോളിൽ പോവും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണെന്ന് വേണം ഇത് ഉറപ്പായിട്ടും പറയാം. ബജാജിൻ്റെ ഇതിപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണല്ലോ ചേട്ടാ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇതുവരെ വേറെ ഇല്ലല്ലോ. ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്നൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വണ്ടിയെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ RK മോട്ടോഴ്സ് പൈനിയർ ബജാജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ചേട്ടൻ്റെ പേഴ്സണൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടായി. എന്തുണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചാൽ ചേട്ടാ എല്ലാം പറഞ്ഞു കൊടുക്കുമല്ലോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ചേട്ടാ. ഓക്കെ.